Namaste. So today we'll be taking BPS 184, Unit 2 and 3. Innale Unit 1 eduthunnayirunnu. Today we'll be taking BPIS 184, Logistic Management Unit 2 and 3 ആണ് ഇന്ന് എടുക്കുന്നത്. യൂണിറ്റ് 2 പറയുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 2, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അതായത് ആശയപരമായ ഇത് ഫ്രെയിംവർക്കും സ്കോപ്പും ആൻഡ് അതിന്റെ പ്രാധാന്യം. വളരെ വളരെ പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? അത് ഓരോന്നും പറയാം. ലോജിസ്റ്റിക് മാനേജ്മെന്റ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ലോജിസ്റ്റിക് ഈ ചാപ്റ്റർ പറയുന്ന ലോജിസ്റ്റിക് മാനേജ്മെന്റ് സ്പെസിഫിക് കൺസെപ്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം സ്പെഷ്യലൈസേഷനാണ്. അതായത് ക്വാളിഫൈഡ്, അതായത് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ വെൻ വി ആർ പ്രൊക്യൂറിങ് മെറ്റീരിയൽസ് ഫോർ ദ കമ്പനി, അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, വിത്ത് ലെസ് എക്സ്പെൻഡിച്ചർ, അതായത് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മൾ മേടിക്കേണ്ടത്. അത് എവിടുന്ന് കിട്ടുക? ഈസിലി, അല്ലെങ്കിൽ ചീപ്പല്ല. അതിന്റെ അർത്ഥം ക്വാളിറ്റിയിൽ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും പാടില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതിനെ പറ്റിയിട്ടും നമ്മൾ കുറച്ച് ഇന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്താണ്? ദ ടേം ലോജിസ്റ്റിക്സ് ഇൻക്ലൂഡ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫങ്ഷൻസ് ഇൻ. ഇതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയാം. ഈ മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ പോസ്റ്റ് ഗ്രേഡ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രേഡ് ഡിഗ്രി, ഇതെല്ലാം ഉണ്ട്. പണ്ട് ഇത്തരത്തിലുണ്ടായിരുന്നില്ല. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പൊ അതല്ല, കംപ്ലീറ്റ് മാനേജ്മെന്റ് കൺസെപ്റ്റ് ഹാസ് ചേഞ്ച്. അപ്പൊ അതുകൊണ്ട് ഓരോന്നും പുതിയ എന്താ പറയുക കൺസെപ്റ്റ്സ് നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് ഇതൊക്കെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ വന്നത്. അപ്പൊ അതിന്റെ ചില അർത്ഥങ്ങളുണ്ട്. അതിന്റെ ഹൗ ടു മാനേജ് ദിസ് ടൈപ്പ് ഓഫ് അഫെയർസ്. പണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണു, ഓക്കെ, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്ന വെണ്ടറെ ഇതിനൊക്കെ നോക്കുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. പ്ലാനിങ്, എക്സിക്യൂഷൻ, എവറിത്തിങ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊഡക്ഷൻ, അൺഇൻറപ്റ്റഡ് പ്രൊഡക്ഷൻ, ഇതൊക്കെ എൻഷുർ ചെയ്യുന്ന ലോട്ട് ഓഫ് എഫക്ട് വളരെയധികം കഴിവുള്ളവരായിരിക്കും. കാരണം അതുകൊണ്ടാണ് ടോപ്പ് ലെവലിലുള്ള ആളുകളെല്ലാം ഹൈലി കോമ്പറ്റന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിരിക്കണം. പിന്നെ ഇന്നലെ പറഞ്ഞ പ്രകാരം ഈ മണി, നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് പൈസ പുറത്തേക്ക് പോകണം. കമ്പനിയുടെ പൈസ പുറത്തേക്ക് പോകണം. അവ ഒരു റുപ്യ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ പ്രത്യേകത ഇപ്പുറത്തും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ മണി വി ഹാഡ് ടു മേക്ക് ഓൾ എഫേർട്സ് ടു റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ടുവേർഡ്സ് ദ പർച്ചേസ് ഓഫ് എനി മെറ്റീരിയൽ. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട്, പാർട്ടിയുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ഗവൺമെന്റിലൊക്കെ ഉണ്ട് L1, ലോവസ്റ്റ് 1. ലോവസ്റ്റ് എന്ന് വിചാരിച്ചാൽ ക്വാളിറ്റിയിൽ ലോവസ്റ്റ് അല്ലേ? അതിന് തിരിതിരിക്കരുത്. കാരണം കുറെ കൊട്ടേഷൻ മേടിച്ച് അതിൽ നമ്മളെല്ലാ ഇതിലും കമേഴ്സ്യലും മറ്റേതൊക്കെ നോക്കിയതിന് ശേഷം അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ അവരുടെ ഹിസ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് പ്രൈസ് കമ്മിയാക്കണം പറഞ്ഞിട്ട് ഏതെങ്കിലും മെറ്റീരിയൽസ് വാങ്ങിയാൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദ ടേം ലോജിസ്റ്റിക് ഇൻക്ലൂഡ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫങ്ഷൻ. ഒരുപടി ഫങ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഓർഡർ പ്രോസസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആദ്യം പ്ലാനിങ് വേണം, എക്സിക്യൂഷൻ വേണം, ബഡ്ജറ്റ് വേണം, പൈസ വേണ്ടേ. ഇയർലി we have to prepare ലോജിസ്റ്റിക് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ബഡ്ജറ്റ് വേണം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സബ്മിറ്റ് ചെയ്യണം. അതായത് ഹെഡിന് കോർപ്പറേറ്റ് ഹെഡിന്, ഓവറായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ടോട്ടൽ എത്ര പർച്ചേസ് ചെയ്യണം ഈ കൊല്ലം. അതുകൊണ്ട് അത് എക്സ്പോർട്ട് എത്ര, ഇമ്പോർട്ട് എത്ര, ഇതിനനുസരിച്ചിട്ടിരിക്കും പർച്ചേസ്. അതായത് ഈ പർച്ചേസിൽ ബഡ്ജറ്റ് എങ്ങനെ തീരുമാനിക്കുക? നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, അതായത് ക്വാണ്ടിറ്റി, അതനുസരിച്ച് എത്രത്തോളം മെറ്റീരിയൽ വേണം. ഡൊമസ്റ്റിക് മാർക്കറ്റിലാണോ നമ്മൾ കൊടുക്കുന്നത്, ഇന്റർനാഷണൽ മാർക്കറ്റിലാണോ ഈ മെറ്റീരിയൽ, ഈ ഡൊമസ്റ്റിക്കലി വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ നോട്ട്, അതോ ഫോറിന്ന് മേടിക്കണോ? അപ്പോൾ ഫോറിന്ന് മേടിക്കണ സമയത്ത് റുപ്പി, ഡോളർ, ഇതിന്റെ ചേഞ്ച്, ഇതൊരു വ്യത്യാസം, ഇതിനനുസരിച്ചിട്ട് വേണം നമ്മളിതെല്ലാം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വി ഹാവ് ടു മേക്ക് എ പ്രൊവിഷൻ ആൾവേസ്. നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കിയാലും ഫ്ലക്ച്വേഷൻ വരും ചില സമയത്ത് റുപ്പി ഇതിന്റെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡോളറും പൗണ്ടും ഇതൊക്കെയുള്ള ഇതുണ്ടല്ലോ, അതിന് വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് ബഡ്ജറ്റിന്റെ ചിലപ്പോൾ റിവിഷനും വേണ്ടി വരും.
So the management of logistic calls for effective planning is very essential. അതായത് എവിടെയും പ്ലാനിങ് ഈസ് ദ പ്രൈമറി തിങ്. അതായത് പ്ലാനിങ് ഇല്ല, ഈവൻ യുവർ ഓൺ കാരിയർ. ടേക്ക് ദി എക്സാമ്പിൾ അവർ ലേണേഴ്സ്, ഡിയർ ലേണേഴ്സ്, ഒരു പ്ലാനിങ് വേണം. അതായത് പ്ലാനിങ് ഇല്ലാത്തത് മലയാളത്തിലെ കടിഞ്ഞാണില്ലാത്ത കുതിരമാരിയായിരിക്കും. അതായത് ഇഫ് യു ആർ നോട്ട് ഹാവിങ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി വിഷൻ ഓർ പ്ലാനിങ്, then it will be difficult to achieve. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താ പ്ലാനിങ് നോക്കൂ. ഇതിലെ നമ്മുടെ ലൈഫിൽ 3-4 ഇതിൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് അല്ല കേട്ടോ, പുസ്തകത്തിലുള്ളത് നിങ്ങൾ വായിക്കുക. ഞാൻ പുതിയതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പലതും, ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കണം. യു ഹാവ് ടു റീഡ് again and again. I am telling you, casual approach should not be there. You will not get any grace mark from IGNOU. വളരെ ടഫ് വാല്യുവേഷൻ ആണ്, അക്കാഡമിക് സ്ട്രോങ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കൂ. കാരണം മാർക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് റീഡ് ദ ടെക്സ്റ്റ് ബുക്സ്, കോഴ്സ് മെറ്റീരിയൽസ്. അത് വളരെയധികം അപ്ഡേറ്റഡ് ഉള്ള ഇതാണ്, അത് വായിക്കണം. കാരണം പരീക്ഷയുടെ 1-2 ഇത് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. വേറൊരു കാര്യം, പണ്ട് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് റെഗുലറായിട്ട് ട്രീറ്റ് ചെയ്യും. റെഗുലറാണ്, അത് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അതേ ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല. പക്ഷേ ഇതിന്റെ കോഴ്സ് മെറ്റീരിയൽ വളരെ നമ്മുടെ ലേറ്റസ്റ്റ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ. പക്ഷെ മറ്റുള്ള ചില സമയത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവർക്ക് ഈ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംരംഭം അല്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല ചിലപ്പോൾ. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇറ്റ് ഈസ് വാലിഡ് ത്രൂ ഔട്ട് ദ കൺട്രി, ഈവൻ അബ്രോഡ് ഓൾസോ. സോ be careful, read the text properly again and again. I am telling you, because I used to get several WhatsApp messages. Sir, we got in the final examination this much mark, like that. We are helpless, because unless you write, then മാർക്ക് ആരവിന് കിട്ടത്തരെ നിങ്ങൾ എഴുതട്ടെ. അപ്പൊ ഈ ചില സാധാരണ ഡിസ്റ്റൻസ് ലേണിങ്ങിലൊക്കെ നമ്മൾ പണ്ട് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ 2-3 ദിവസം മുമ്പേ കൊണ്ട് വായിക്കാൻ തുടങ്ങും അല്ലേ? അതൊന്നും പറ്റില്ല. ഇത് പുസ്തകം, ഈ ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ ഡീപ്പായിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വായിക്കൂ, ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കൂ, നിങ്ങളുടെ അംബിഷൻ, അതായത് ഇത് പാസ്സാവുക എന്ന് മാത്രമല്ല, ആ ഡിഗ്രി കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും, എംപ്ലോയ്മെന്റ് വൃത്തിയാവും, അതും കൂടി ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇറ്റ് സ്കോപ്പ് വൈഡ് ദാറ്റ് ഇൻവോൾവ്സ് പ്രോസസ്സിംഗ് ഓഫ് ഓർഡേഴ്സ്. സാധാരണ നമുക്ക് ഓർഡർ പ്രോസസ് ചെയ്യുക, അതേമാതിരി മെയിൻ്റനൻസ് ഓഫ് ഇൻവെന്ററി. നോക്കൂ, ഇവിടെ ചില സാധനങ്ങൾ നമുക്ക് ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ചിലപ്പോൾ. അപ്പോൾ ഉദാഹരണം, ഏറ്റവും നല്ല എക്സാമ്പിൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി? അതായത് നമ്മുടെ പട്ടാളമുണ്ട്, ആർമി, നേവി, എയർഫോഴ്സ്, എത്ര അറിയാമോ? ഏകദേശം രണ്ടും കൂടി കൂട്ടിയിട്ട് 9 മുതൽ 12 ലക്ഷം വരെ നമ്മുടെ ജവാന്മാരുണ്ട്. ഇവർ ഭക്ഷണം വേണ്ട, ഈ അതേമാതിരി മറ്റുള്ള സ്റ്റേറ്റിൽ. പിന്നെ ഗോതമ്പ് നോർത്തിനാണ് വിളയണെന്ന് വെച്ചാൽ സൗത്തിലില്ലല്ലോ, പക്ഷെ നമുക്ക് ഗോതമ്പ് ഇവിടെ കിട്ടുന്നില്ല. അതെല്ലാം ഫുഡ് കോർപ്പറേഷനാണ് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഈ ഫുഡ് കോർപ്പറേഷന്റെ ഇത് പാർലമെന്റ് അപ്രൂവ് ചെയ്ത കോർപ്പറേഷനാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അപ്പൊ അതുകൊണ്ട് ഇത് അവർ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് എവിടെ ഷോർട്ടേജ്, അപ്പൊ നമുക്ക് ഉദാഹരണം ഫ്ലഡ്, മറ്റുള്ള വേറെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടെങ്കിൽ they are supplying as per the instructions received from the central government, but they are supplying to the state government. മനസ്സിലായില്ലേ? ഈ ഫുഡ് കോർപ്പറേഷൻ അവർ ഓരോരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മൾ അവർ കൊടുക്കും. അതാണ് പിന്നെ റേഷൻ കടയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇൻവെന്ററി ഈസ് വെരി വെരി എസെൻഷ്യൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ്, അരി, ഇതൊക്കെ ഓരോരോ സീസണല്ലേ വളരും. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമില്ല, ഇത് ഭക്ഷണം എന്ന ആവശ്യമല്ലേ? അപ്പൊ അതനുസരിച്ചിട്ട് ചില സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ വേണ്ട. ചിലപ്പോൾ പണ്ട് 2-3 വിളയെടുത്തിരുന്നു, ഇപ്പോൾ വാട്ടർ ഷോർട്ടേജ് ആയതുകൊണ്ട് 1. അപ്പോൾ ഷോർട്ടേജ് അവിടെ വരുന്നു, മനസ്സിലായി? അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വേണം. അതേമാതിരി ട്രാൻസ്പോർട്ടേഷൻ ഇവിടെയാണ് പ്രധാനം. പിന്നെ നമ്മുടെ ഈസിയസ്റ്റ് വേ, ഷോർട്ടസ്റ്റ് റൂട്ടില്, ചീപ്പർ റേറ്റില് ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ശ്രദ്ധിക്കണേ, ചീപ്പർ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പ്ലെയിനിലായിരിക്കണം, ചിലപ്പോൾ ഷിപ്പിലായിരിക്കും, ചിലപ്പോൾ ട്രക്കിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില, അത് ഏതിൽ വേണമെന്ന് അത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ആരാണ് കമ്പനി അതനുസരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം, ഇന്റർസ്റ്റേറ്റ് പെർമിറ്റ് ഉള്ളതായിരിക്കണം. ഇപ്പൊ ഞാൻ ട്രക്കിന്റെ കാര്യം പറഞ്ഞത്,
അതേമാതിരി വാലിഡ് ലൈസൻസും ഇതെല്ലാം ഉള്ളതായിരിക്കണം. കാരണം നിങ്ങളുടെ മെറ്റീരിയൽ ഇവിടുന്ന് അയച്ചിന് അത് അവിടെ കിട്ടണം. അത് ടൈമിലി ഡെലിവറി ഹാസ് ടു ബി എൻഷുർഡ്. സോ reputation of the transport company is also very, very essential. Okay, പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിങ്. ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ടി വി, ഇലക്ട്രോണിക് ഗുഡ്സ്, ഇതിന്റെ പാക്കേജിങ് ഒക്കെ ഇപ്പൊ നമ്മള് ജപ്പാനിൽ നിന്നും ഇവിടെ ചൈനയിൽ നിന്നൊക്കെ വരുന്ന എങ്ങനെയാ പാക്കിങ് ആണല്ലേ, അമേരിക്കയിൽ നിന്ന് ആമസോണിന്റെ ഒരു പാക്കേജിങ് അല്ലേ, ഇതെന്നെല്ലാം പഠിക്കേണ്ട. കാരണം അത് വളരെ സേഫ് ആണ്. എവിടെ കൊണ്ട് ഇട്ടാലും അത് പൊട്ടൂല്ല, യാതൊന്നുമില്ല. അങ്ങനെ വേണം, അല്ലെങ്കിൽ broken glasses, everything will be there. So the unit acquired, ഈ യൂണിറ്റ് നമ്മുടെ ലേണേഴ്സിന് നിങ്ങളെ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയില്ല, ലേണേഴ്സ് എന്നാണ് പറയുക കേട്ടോ. വിത്ത് ദ കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഈസ് ഫെമിലറൈസ് ദ ലേണർ വിത്ത് സർട്ടൻ കീ കൺസെപ്റ്റ്. അതായത് ലോജിസ്റ്റിക് മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഈ യൂണിറ്റ് കുറെ പറയുന്നു. സോ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആശയപരമായ ഫ്രെയിംവർക്ക് എന്താണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇന്നലെ പറഞ്ഞാൽ എന്താണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എല്ലാം ഞാൻ വിവരിച്ചു തന്നല്ലോ. ഈസ് എൻ ഇന്റഗ്രേറ്റിംഗ് ഫംഗ്ഷൻ വിച്ച് കോർഡിനേറ്റ്സ് ആൻഡ് ഓപ്റ്റിമൈസ് എല്ലാ ആക്ടിവിറ്റീസും. അതായത് മാർക്കറ്റിംഗ്, സെയിൽസ്, മാനുഫാക്ചറിങ്. എന്താ പ്രൊഡക്ഷൻ ഇല്ലാതെ നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റുമോ? പ്രൊഡക്ഷൻ വേണ്ടേ? അപ്പോ എല്ലാ വേരിയസ്. പിന്നെ വേറെ കാര്യം, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ ഓരോന്ന് സാധനം വാങ്ങുന്ന വെച്ചാൽ കാശ് വേണ്ടേ? അപ്പോ യു ഷുഡ് ഹാവ് കോർഡിനേഷൻ വിത്ത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി അഷൂറൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, അതേമാതിരി സോ മെനി അതർ പിന്നെ ഓഫ് കോഴ്സ് സാധനം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് പോകുന്നത് ഔട്ട് സൈഡ്, അത് നമുക്ക് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നോക്കണം, പൈസ ഇതൊക്കെ ഇവരുടെ. കാരണം ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ട്സ് ആണ് നമ്മൾ പ്രൊജക്ട് ചെയ്യണം മുമ്പിൽ കൂട്ടിയിട്ട്, എന്നിട്ട് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം ഇതൊക്കെ നമുക്ക് കിട്ടും. എനിവേ, സോ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിച്ച് പ്ലാൻ, ഇംപ്ലിമെന്റ് ആൻഡ് കൺട്രോൾ ദ എഫിഷ്യന്റ്, എഫക്റ്റീവ്, ഫോർവേഡ്. പറയട്ടെ എന്താ എഫിഷ്യന്റ്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഒരു ബാങ്കിലെ, ഒരു കമേഴ്ഷ്യൽ ബാങ്ക് വിചാരിക്കുക, എത്ര ആളുണ്ടായിരുന്നു? 25-30 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 25 മുതൽ 30-35 വരെയൊക്കെയാണ് ഉണ്ടായിരുന്ന സ്റ്റാഫ്. ഇന്നോ വെറും 3-4 പേഴ്സണോ അല്ലെങ്കിൽ 5-10 പേഴ്സൺ കൊണ്ടാണ് ഒരു ബാങ്ക് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ HDFC ബാങ്ക് ഒക്കെ പോയി എത്ര പേരുണ്ടെന്ന്? ലെസ് ദാൻ 10. ഓക്കെ. വേറെ മറ്റുള്ളത് ക്യാഷ് ഹാൻഡ്ലിങ് ഒരാള്, ക്രെഡിറ്റ് ഒരാള്, ഡെബിറ്റ് വേറൊരാള്, അതേമാതിരി റിക്കറിങ് അക്കൗണ്ട് ഒരാള്, കറണ്ട് അക്കൗണ്ട് വേറൊരാള്, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് പണ്ട്. പിന്നെ ലോണ് വേറൊരാള്, ഇത്തരത്തിലുള്ള ഓരോരോ ഇതാണ്. പക്ഷേ ഇന്ന് അതാണ് പ്രൊഫഷണൽസ് വേണമെന്ന് പറയുന്നത്. അതായത് MBA. പണ്ട് മാനേജ്മെന്റ് MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. പണ്ട് എങ്ങനെയുണ്ടായിരുന്നത്? MBA സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു, മാർക്കറ്റിംഗ്, അതേമാതിരി ഫൈനാൻസ്, ഓക്കെ, HR. ഇന്ന് MBA ഫസ്റ്റ് ഇയറിൽ കൺസേൺ സബ്ജക്റ്റ് ആണ്, സെക്കൻഡ് ഇയർ പലതും എലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ആഫ്റ്റർ സെക്കൻഡ് ഇയർ ഓർ മീൻസ് നാലാമത്തെ സെമിസ്റ്റർ, സെക്കൻഡ് ഇയർ, ഓക്കെ, 4 സെമിസ്റ്റർ ആണ് ശരിക്കും MBA. 3-4 സെമിസ്റ്റർ എലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. ഇത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ പ്രൊഫഷണൽ. You should be able to handle any type of job, whether it is IT, whether it is bank, whether it is any other corporate or office or whatever is there. അതാണ് എക്സ്പെക്ടേഷൻ ഫ്രം MBA. അതേ പ്രകാരമാണ് എല്ലാവരിൽ നിന്നും. മനസ്സിലായില്ലേ? അപ്പോ എങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ, ജോലി ചെയ്യാൻ പറ്റൂ. ഓക്കെ. പിന്നെ കിട്ടിയ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം മുമ്പാക്കം പോകാൻ പറ്റില്ല. അതേമാതിരി നമ്മൾ നമ്മുടെ നോളജ് വർദ്ധിച്ച് കൊണ്ടുവരണം. അത് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിച്ച് കൂടുതൽ നോളജ് ഇല്ല എങ്കിൽ മേപ്പോട്ട് പോകാനും ബുദ്ധിമുട്ട് വരും. മനസ്സിലായില്ലേ? ഉദാഹരണം IT നോക്കൂ. ആദ്യം അനലോഗ് ടെക്നോളജി ഉണ്ടായിരുന്നത്, പിന്നെ ഡിജിറ്റൽ ടെക്നോളജി ആയി. നിങ്ങൾക്ക് ഡിജിറ്റൽ ടെക്നോളജിയെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ഫ്രം IT കമ്പനി അല്ലേ? അപ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം, ഞാൻ സബ്ജക്റ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ, സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് എന്തിനാ പഠിക്കണമെന്ന് നോക്കരുത് കേട്ടോ. എന്തിനാണ് പഠിക്കുന്നത്? ഇത് പഠിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകും. അതെപ്പോഴാണ് വരുന്നത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് എന്താ പ്രയോജനം, അല്ലെങ്കിൽ വേറെന്ത് പഠിച്ചിട്ട് പ്രയോജനം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴും നിങ്ങൾക്ക് അത് റിക്വയർഡ്
ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരു ലെവൽ മീതെയും മറ്റുള്ളവരെക്കാട്ടിലും, മനസ്സിലല്ലേ? അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് എന്താ ഗുണമെന്ന് അങ്ങനെ ഒരിക്കലും ഇതല്ല, ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ടല്ല, ഏത് സബ്ജക്റ്റും പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. സമയം കിട്ടുന്ന whenever you get opportunity, try to increase your knowledge and skill, because there is a skill shortage throughout the country. Though we are having very good human resources, പക്ഷേ നമ്മുടെ സ്റ്റേറ്റിലായാലും ശരി, ഏത് സ്റ്റേറ്റിലായാലും ശരി, നമ്മുടെ രാജ്യത്തിലായാലും ശരി, സ്കിൽ ഷോർട്ടേജ് ഉണ്ട്. ലോകത്തിലാകമാനം ഹ്യൂമൻ റിസോഴ്സസിൽ നമ്മുടെ ഇന്ത്യ പ്ലേസ് വൈറ്റൽ റോൾ. ഒന്ന്, പക്ഷേ വളരെയധികം റിക്വയർഡ് സ്കില്ല് പലർക്കും ഉണ്ടോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് ലക്ഷക്കണക്കിലുള്ള വരുന്ന കുട്ടികൾ അത്ര പലരും റിക്വയർഡ് നോളജ് ആൻഡ് സ്കിൽ ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് IIM ഓർ IIT ഓർ സംതിങ്, മറ്റുള്ള പല കോളേജസ്. പക്ഷെ ചില കോളേജുകൾ വെറും നെയിം സീക്കാണ്. അപ്പൊ അതുകൊണ്ട് ഡിഗ്രി എന്നല്ല, അത് എവിടുന്ന് എടുത്തു അല്ലെങ്കിൽ എങ്ങനെ എടുത്തു, അതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, മനസ്സിലായേ? അതായത് യു ഹാവ് ടു വർക്ക് ഹാർഡ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു 2-3 സ്റ്റേജ് ഉണ്ട്. എന്തുകൊണ്ടത് പറയാന്ന് വെച്ചാൽ ഇതിന് മുമ്പേ ഞാൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് മേപ്പെട്ട് അങ്ങോട്ട് പോവാം. അതായത് 3-4 സ്റ്റേജാണ് നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, ഒന്ന് എക്സ്പ്ലോറേറ്ററി സ്റ്റേജാണ്. എക്സ്പ്ലോറേറ്ററി പറഞ്ഞാൽ എന്താ? ഒരു 18 വയസ്സ് മുതലോ അല്ലെങ്കിൽ 20 വയസ്സ് മുതൽ 28, 29 അല്ലെങ്കിൽ 30 വയസ്സ് വരെ അത് ഒരു എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ആണെന്ന് പറയാം. ആ സമയത്ത് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം, എന്തും പഠിക്കാം. ഒരു കമ്പനിയിൽ നിന്ന് ജോലി കിട്ടിയാൽ മറ്റേ കമ്പനിക്ക് ചാടാം. കാരണം കൂടുതൽ ഓബ്ലിഗേഷൻ ആ സമയത്ത് ഉണ്ടാവില്ല. കാരണം ചില സമയത്ത് മാരേജ് ചെയ്തിടണം, ചില സമയത്ത് മാരേജ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് വേണിച്ചാലും ചില സമയത്ത് പഠിക്കാം. ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇത് ഒക്കെ പഠിച്ചിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് വരാം. അപ്പോൾ എക്സ്പ്ലോറേറ്റീവ് പറഞ്ഞാൽ യു ക്യാൻ എക്സ്പ്ലോർ ഓൾ പോസിബിലിറ്റീസ് ടു കം അപ്പ് ഇൻ യുവർ ലൈഫ്. നമ്പർ 2 പിന്നെയാണ് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ്. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. ഇതൊന്നും പുസ്തകത്തിലില്ല കേട്ടോ, ഓർക്കണേ. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ മെയിൻ്റനൻസ് സ്റ്റേജ് ആണ്. മെയിൻ്റനൻസ് പറഞ്ഞാൽ ഉള്ള ജോബ് നിങ്ങൾ പ്രിസർവ് ചെയ്യണം, അല്ലെങ്കിൽ വിഷമിക്കും. വിവാഹം കഴിക്കണം, അല്ലേ? മക്കളുണ്ടാവും, അതേ സമയത്ത് ഇവർക്ക് സംരക്ഷിക്കണം. ലോട്ട് ഓഫ് ഓബ്ലിഗേഷൻ ഉണ്ടാവും. അച്ഛൻ, അമ്മ, ഇവരൊക്കെ ഉണ്ടാവില്ലേ? ഫാമിലി ലൈഫ്, അതാണ് 30 to 40. അപ്പോ ഉള്ള ജോബ് കളഞ്ഞാൽ എന്താണ്? ഒരാൾ ജോലി ചെയ്താൽ 5 ആൾ ജീവിക്കുന്ന പറഞ്ഞത്, പട്ടിണി കിടക്കില്ല എന്നാ പറയുന്നത്. അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് ഒക്കെ അറ്റ്ലീസ്റ്റ് 4-5 ആളോ ഭക്ഷണം കഴിക്കുക. അപ്പൊ എസെൻഷ്യൽ ആണ് ജോബ്. അപ്പോൾ അത് നിങ്ങൾ കളയാൻ പറ്റില്ല. സോ യു ടു എസ്റ്റാബ്ലിഷ് ഇൻ യുവർ ലൈഫ് ബിറ്റ്വീൻ 30 and 40. അതായത് കിട്ടുന്ന ജോലി കൊണ്ട് തൃപ്തിപ്പെട്ട് അതിൽ തന്നെ നിങ്ങളെ വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 40 to 50 എന്താ? അത് മെയിൻ്റനൻസ് സ്റ്റേജ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതായത് എന്താ ഉള്ള വെച്ചാൽ അത് കൊണ്ടു നടക്കുക. അതായത് പിന്നെ ആ സമയത്തൊക്കെ ചില സമയത്ത് പുതിയ ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. 40 to 50, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഉള്ള ജോബ് കളയാതെ നമ്മൾ കാത്തു സമയം. കാരണം എന്താ പറയുക, അപ്പോഴേക്ക് കൂടുതൽ നമുക്ക് ഓബ്ലിഗേഷൻസ് വരും. കുട്ടികളുടെ പഠനം, മാരേജോ ഇല്ലെങ്കിൽ വേറെ അങ്ങനെ പലതും വരും. അപ്പൊ അതൊരു മെയിൻ്റനൻസ് സ്റ്റേജ്. ആൻഡ് ദ ലാസ്റ്റ്, അതായത് 50 to 56 ആയിക്കോട്ടെ, 57 ആയിക്കോട്ടെ, 58 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലയിടത്ത് CPM റൂൾ സ്റ്റേറ്റിൽ 55 ആയിരുന്നു വെസ്റ്റ് ബംഗാളിലും കേരളത്തിലെ റിട്ടയർമെന്റ് ഏജ്. അതിപ്പോ 56 കേരളത്തില്. പബ്ലിക് സെക്ടറിൽ 58 ആണ്. സെൻട്രൽ ഗവൺമെന്റിൽ 60 ആണ്. ജുഡീഷ്യറിൽ അങ്ങനെയുണ്ട് 60, 62 അങ്ങനെയൊക്കെ പലതും ഉണ്ട്, മനസ്സിലായില്ലേ? അത് ഡിക്ലൈനിങ് സ്റ്റേജ് ആണ് ആ സമയത്ത്. കാരണം നമുക്ക് ആ സമയത്ത് 50 മുതൽ ഈ 58 അല്ലെങ്കിൽ 60 ഇടയിൽ വേറെ കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം ഓഫ്കോഴ്സ് അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ എത്രത്തോളം 50 വയസ്സ് ആൾറെഡി ആയല്ലോ. അപ്പൊ നമ്മൾ ഓരോരോ പോസ്റ്റിനും ഓരോരോ ജോബ് ഇതിന് ഡേറ്റ് ഓഫ് ബർത്തും മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഏജ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേജ്. അപ്പോ എന്തിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു വിഷൻ വേണം. എന്താ വിഷൻ? ഞാൻ ഈ വയസ്സിൽ ഇത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അംബിഷൻ ഇതാണ്. ഐ വാണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ്,
I want to become a logistic management expert. I want to become an HR person or accounts manager. ചിലവർ പറയും ഞാൻ ഇത്ര വയസ്സിൽ ഞാൻ ഇതാവും, ഇത്ര വയസ്സിൽ ഇതാവും, ഇത്ര വയസ്സിൽ ഇതാവും. അങ്ങനെ പ്ലാനിങ് ചെയ്താൽ മാത്രമേ, അതായത് തിങ്ക് ഹൈ ആൾവേസ്, വളരെയധികം അബ്ദുൽ കലാം പറഞ്ഞ പ്രകാരം ആൾവേസ് നമ്മളെ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈ ഇതിൽ നിലനിലേ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. സെൽഫ് ആക്ച്വലൈസേഷൻ, വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റൂ. ഓക്കെ, so hard work is very, very essential. There is no substitute for that. Okay, next. ഇത് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ആവശ്യം ഉണ്ട് എങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ലോജിസ്റ്റിക് മാനേജ്മെന്റ് സ്പെസിഫിക് കൺസെപ്റ്റ്സ്. സം ഓഫ് ദ സ്പെസിഫിക് കൺസെപ്റ്റ് ആൻഡ് അസംഷൻ ഫോർ ബെറ്റർ ലോജിസ്റ്റിക് മാനേജ്മെന്റില് ഇത് ലീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അതായത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, പൈസ വളരെയധികം കമ്മിയായിട്ട് ലെസ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് എത്രത്തോളം ഒരു കമ്പ്യൂട്ടർ വേണം വിചാരിക്കുക, അത് എവിടുന്ന് മേടിക്കണം, ഏതാ ക്വാളിറ്റി, ഏതാണ് റേറ്റ് എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പൊ ലീൻ ആയിട്ടുള്ള അധികം കുറച്ച് കൺട്രോൾ ചെയ്തിട്ട്, എന്താണ് ഒരു ലീൻ ഓർഗനൈസേഷൻ പറഞ്ഞാൽ, കൂടുതൽ അതായത് ഹെവി, ടോപ്പ് ടു ഹെവി ആവാതെ ലീൻ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് അറിയോ? ഈ ലീൻ ഓർഗനൈസേഷൻ പറഞ്ഞ, അതായത് പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, മാനേജിങ് ചീഫ് ചെയർമാൻ, അതിന്റെ താഴെ സപ്പോസ് മാനേജിംഗ് ഡയറക്ടർ താഴെ ജനറൽ മാനേജർ, ഒരു ജനറൽ മാനേജർ വേറെ ജനറൽ മാനേജർ റിപ്പോർട്ട് ചെയ്യും, മറ്റേ ജനറൽ മാനേജർ മറ്റേ BHEയിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സംഭവം. ജനറൽ മാനേജർമാർ തമ്മിൽ അടി, അതായത് ആർക്ക് റിപ്പോർട്ട്, ഒരേ പൊസിഷൻ ഒരേ ശമ്പളം. എന്താ കാരണം? ഈ പ്രൊമോഷൻ വഴി ഓർഗനൈസേഷനിൽ എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടും. അപ്പൊ എല്ലാവരും GMസോ അല്ലെങ്കിൽ മറ്റേ മാനേജേഴ്സോ എന്താ, അപ്പൊ അവിടെ ഒരു ക്ലാഷ് വരും. അത് ഓർഗനൈസേഷന് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്ലാനിങ്ങിലൂടെ എത്ര പോസ്റ്റ് ഉണ്ടോ മുകളിൽ അതനുസരിച്ചിട്ടാണ്, ഇപ്പൊ ബാങ്കിലൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടേ നമ്മളെ പ്രൊമോഷനോ ഇതൊക്കെ ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ്, അതായത് തോന്നിയ മാതിരി റിക്രൂട്ട്മെന്റ് ചെയ്താൽ മുകളിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്രയോ അനുഭവങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ടോപ്പ് ടു ഹെവി ഒരിക്കലും പാടില്ല. ലീൻ ഓർഗനൈസേഷൻ, അതായത് ചെയർമാൻ മാനേജർ, നെക്സ്റ്റ് സപ്പോസ് നമ്മുടെ ജനറൽ മാനേജർ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ സീനിയർ മാനേജർ, ദെൻ ഡെപ്യൂട്ടി മാനേജറോ അല്ലെങ്കിൽ മാനേജറോ, അങ്ങനെ ആയിട്ട് വരാൻ പാടൂ. അപ്പൊ നമ്മുടെ ബാങ്ക് നോക്കൂ, ഞാൻ ബ്രാഞ്ച് മാനേജർ, ഏരിയ മാനേജർ, ഓക്കെ, സോണൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അങ്ങനെ ക്ലിയർ കട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചെയ്ത്, അതാണ് വേണ്ടത്. പർച്ചേസിലും അങ്ങനെ വേണ്ട. ഓക്കെ, നോ എജിൽ, അതായത് ലോജിസ്റ്റിക് ചടുലമായ, എന്താ മലയാളത്തിൽ പറയാം, ലോജിസ്റ്റിക് ക്ലവറായിട്ടുള്ള ലോജിസ്റ്റിക്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേറെ കാര്യം കൂടി പറയാം, ഓർമ്മയിലൊക്കെ പറയാണ്. ഈ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും കൊട്ടേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഡൈവേർട്ട് ചെയ്യരുത് മറ്റുള്ളവരോട്. നിങ്ങളുടെ സ്റ്റാഫ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വരുന്ന കൊട്ടേഷൻ്റെ ഫിഗേഴ്സോ ഇതൊന്നും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കരുത്, കാരണം അവരും അതേമാതിരി കോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലവറായിട്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റ് വേണം, എഫിഷ്യൻ്റ് ആയിട്ട്. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അത് അപകടകരമായിട്ട് വരും ചില സമയത്ത്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചിലപ്പോൾ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ മെസ്സേജ് വേറെയുള്ളവർ കൊടുത്താൽ അവർ കോട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യാസം വരും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഒന്ന്. പിന്നെ റീസൈലന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, പിന്നെ ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, അതെന്താ ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്? നോക്കിക്കോളും. ഗ്രീൻ ലോജിസ്റ്റിക്, ബാക്കിയൊക്കെ വായിക്കും. ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് അതായത് മിനിമൈസ് ദി എക്കോളജിക്കൽ ഇമ്പാക്ട്. പേപ്പർ വായിക്കുന്നുണ്ടാവില്ല ഇന്നലെ. എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജി എന്താ പറഞ്ഞത്? ബാലി അല്ലെ, ഇന്തോനേഷ്യ. അതായത് very, very, very serious condition world over, climatic condition we are going to face. Okay, hot ആയിട്ട് ഐസ് മെൽറ്റ് ചെയ്തിട്ട് സീ ലെവൽ മേപ്പിട്ട് ലാൻഡ് സ്ലൈഡിങ്, അത് ഇത് ലോട്ട് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. അപ്പൊ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം? യുദ്ധം, യുക്രൈൻ നോക്കിക്കോളൂ, അതിനെ പറ്റിയിട്ടൊന്നുമല്ല പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല നമ്മുടെ മോഡിജി. പിന്നെ അതുകൊണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങള് വന്നിട്ട്, അതൊക്കെ ഇനി രണ്ടാമത് രാജ്യം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കുന്നത് ദൈവത്തിൽ പോലും അറിയില്ല. ഏതാ യുക്രൈൻ്റെ ഒക്കെ നശിച്ചു പോയി, റോഡും എല്ലാം
ഇലക്ട്രിക് ഇത് കംപ്ലീറ്റ് എല്ലാം തെർമൽ പവർ സ്റ്റേഷൻസ് എല്ലാം പോയി. പിന്നെ അപ്പോൾ അതെല്ലാം ഡാം ഇതിൻ്റെ ഓരോരോ മറ്റേ റോഡ് ഇതില്ലേ വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം രണ്ടാമത് നോക്കണം. അപ്പോൾ എന്തിനാ അത് പറയുന്നത്? യുദ്ധം ഇവിടെ അല്ലേ ഉണ്ടായത്, ഇപ്പോഴല്ലേ ഉണ്ടായത്. ഞാൻ പറഞ്ഞ ഹിരോഷിമ നാഗസാക്കിയിൽ പുല്ല് പോലും മുളക്കല്ല ഇപ്പോഴും. ഹിരോഷിമ നാഗസാക്കി അന്ന് ബോംബിട്ടത് ഇതാണ്. അപ്പോൾ ഈ ക്ലൈമറ്റിക് കണ്ടീഷൻ ഉണ്ടല്ലോ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ട്. അതാണ് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ, ട്രെയിൻ, നമ്മുടെ പണ്ട് നോക്കൂ നമ്മുടെ തീവണ്ടി, സ്റ്റീം എൻജിൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡീസൽ എൻജിനായി, അതുമാതിരി മറ്റുള്ള അങ്ങനെ പലതുമായി. അപ്പോൾ ഇപ്പോൾ ഇതാ ഇലക്ട്രിക് ആയി. അപ്പോൾ ഇവിടെ എന്താണ് ഗ്രീൻ ലോജിസ്റ്റിക് ഡിസ്ക്രൈബ് എന്ന് പറയുന്നത്? റെഡ്യൂസ്, റീയൂസ്, റീവർക്ക്, റീഫർബിഷ്. അതായത് ഓരോന്ന് ലെസ്സായിട്ട് നമ്മൾ മേടിക്കുക, ആവശ്യമുള്ളത് മാത്രം റീയൂസ് ചെയ്യുക, ചില സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസ് ചെയ്യുക, റീവർക്ക് ചെയ്തിട്ട് അതിനെ റീവർക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കസി ഇല്ലാതെ, റീഫർബിഷ്, അത് ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇതിനെ റീക്ലെയിം ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. പ്ലാസ്റ്റിക് ഒക്കെ, അതായത് വേറെ എന്തെങ്കിലുമൊക്കെ റീസൈക്കിൾ ചെയ്യുന്നില്ലേ, പല ടയറ്, അതന്നെ നമ്മൾ രണ്ടാമത് റിട്ടേണിങ് മറ്റേതൊക്കെ ചെയ്യുന്നില്ലേ, അത് റീമാനുഫാക്ചർ, രണ്ടാമത് മാനുഫാക്ചർ ചെയ്യുക. ഓക്കെ. നോ, ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് എൻ അപ്രോച്ച് ഇൻ വിച്ച് മാനേജർ കോൺസ്റ്റന്റ്ലി കമ്മ്യൂണിക്കേറ്റ്. അതായത് ഈ ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാ? ഷെയർ ഹോൾഡേഴ്സ്, വെൻഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, എംപ്ലോയീസ്, അതേമാതിരി ഇവരൊക്കെ. അപ്പൊ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇവരോടൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഇതിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കണം. സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ദി സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻവോൾവ് ഓർഡർ പ്രോസസ്സിംഗ്. ഓർഡർ കിട്ടിയാൽ അത് പ്രോസസ് ചെയ്യുക, ഇൻവെന്ററി കൺട്രോൾ, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് പറഞ്ഞാൽ ഗോഡൌൺ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോപ്പറായിട്ട്, പാക്കേജിങ്, ഇന്റിഗ്രേറ്റഡ് ത്രൂ ഔട്ട് ദ നെറ്റ്വർക്ക് ഫെസിലിറ്റീസ്, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഗോള് ടു സപ്പോർട്ട് പ്രൊക്യൂർമെന്റ്. നമ്മൾ പ്രൊക്യൂർ ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് എന്താണ് മാനുഫാക്ചർ, അതനുസരിച്ച് പ്രൊക്യൂർ ചെയ്യുക. പിന്നെ നമ്മളെ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കസ്റ്റമർ സർവീസ് ഓപ്പറേഷൻസും വളരെ സർവീസിന് കസ്റ്റമറെ എങ്ങനെ സർവീസ് ചെയ്യണം അത്. പിന്നെ ദ സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻക്ലൂഡ് ബിസിനസ് ലോജിസ്റ്റിക്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ്സ് ടു ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്, പുറമേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ. അതായത് ഇൻബൗണ്ട് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ വരുന്നത്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കുന്നത്. സപ്ലൈ മാനേജ്മെന്റ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എങ്ങനെ സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എത്ര ക്വാണ്ടിറ്റിയാണ് വരുന്നത്, അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യണം, പോർട്ടലിൽ പോകണോ, എയർപോർട്ടിൽ പോകണോ, അതേമാതിരി ഡെമറേജ് വരും, അവിടെ ഗോഡൌൺ ഉണ്ടോ, ഇതൊക്കെ നോക്കണം. ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതായത് നമ്മളെ വിതരണം എവിടെയെങ്കിലും ഇതൊന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്റ്റേറ്റുകൾക്കോ ഏരിയകൾക്കോ വിതരണം ചെയ്യുന്നത്. മനസ്സിലായോ? ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. Logistic management helps organizations seeking to use logistics as a key to gain competitive advantage. Logistics management involves numerous elements, including choosing the most effective routes for transportation, shortest effective route. പിന്നെ discovering the most competent delivery method. വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ഡെലിവറി മെത്തേഡാണ് വേണ്ടത്. പിന്നെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറൊക്കെ നോക്കിയിട്ട് IT-ലൊക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെ നിന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും, സാധനം എവിടെ പോയി, എങ്ങനെ, എപ്പോൾ എത്തും, ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൊറിയർ അയച്ചെങ്കിൽ നമ്മൾ ആ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്പർ എവിടെ ഇപ്പോൾ കിടക്കണം, വെതറിറ്റി ചെന്നൈ, വെതറിറ്റി കൽക്കട്ട, വെതറിറ്റി, മനസ്സിലായോ? ഓക്കെ. നോ, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫോളോയിങ് റീസൺ. ഈ എന്തിനാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്? കോസ്റ്റ് റിഡക്ഷൻ, ഇത്, പിന്നെ പ്രോഫിറ്റ് മാക്സിമം. കോസ്റ്റ് ഇതായിരുന്നു, പ്രോഫിറ്റ് കൂടും. പിന്നെ എഫിഷ്യന്റ് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ്, അങ്ങനെ. അപ്പൊ അൺഇൻറപ്റ്റഡ് മാനുഫാക്ചറിങ് പ്രോസസ്. പിന്നെ കോമ്പറ്റീറ്റീവ് എഡ്ജ്, പ്രോംപ്റ്റായിട്ട് സാധനം കിട്ടുക. ഇന്ന് വാങ്ങുന്ന സാധനത്തിന് നാളെ വില കൂടും. അപ്പൊ ഇന്ന് വാങ്ങേണ്ടത് ഇന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വില അത്ര. പാലിന് ഇപ്പൊ ഉദാഹരണം, ഇന്ന് പാല് വാങ്ങിയാലും 3-4 ദിവസം കഴിഞ്ഞാൽ ഒരു മിൽമ പാലിന്റെ വില കൂട്ടുന്നു. മനസ്സിലായോ? അപ്പൊ അന്ന് നമ്മൾ കൂടുതൽ വാങ്ങുമ്പോൾ അതിനുള്ള വില കൂടും. അപ്പൊ നമ്മുടെ റേറ്റും കൂടും, കസ്റ്റമർ അത് സഫർ ചെയ്യണം. അപ്പൊ അതെല്ലാം ഓർക്കുക. കോമ്പറ്റീറ്റീവ് എഡ്ജ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഏത് യൂസ് ചെയ്യണമെന്ന് ആദ്യം അറിയണം.
ടെലിഫോണിൽ പറ്റുമോ, ചിലത് ടെലിഫോൺ പറ്റില്ല, ചിലത് നമ്മൾ ഇമെയിൽ കൊടുക്കണം, ചിലപ്പോൾ നമ്മൾ ഫാക്സ് കൊടുക്കണം. അങ്ങനെ സൗണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ഇന്നലെ പറഞ്ഞതാണത്. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് ഓൺലി അബൌട്ട് മാനേജിങ് ഗൂഡ്സ് manufactured by the companies. Okay, it is the business process that starts with the flow of material from the supplies manufacturing house then to the customer through the distribution channel. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കസ്റ്റമർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ചിലതൊക്കെ നമ്മുടെ ക്ലിയറിംഗ് ഏജന്റ് അതൊക്കെ ഇല്ലേ, ഓരോ സാധനങ്ങളല്ലേ. അങ്ങനെ പല മീഡിയ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേമാതിരി നമ്മുടെ ഇപ്പോൾ ഈ ഡൽഹിയിലും മറ്റേതൊക്കെ ഉള്ള നോക്കോളൂ മാരുതി കാറ്, ഓരോ സ്ഥലത്തും ഡീലറുണ്ട്, ഡീലറല്ലേ നമുക്ക് കൊടുക്കുന്നത്, അവിടെ നിന്നല്ലേ നമ്മൾ മേടിക്കുന്നത്. അപ്പൊ അതൊരു ചാനലല്ലേ, അല്ലാണ്ട് മാരുതി പ്ലാന്റിൽ നിന്നാണോ കാറ് വരുന്നത്? അല്ലല്ലോ. അപ്പൊ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ ഏജന്റ് ഒക്കെ ഉണ്ടല്ലോ, ഏജന്റ് മാത്രമല്ലേ വരുന്നത്. സോ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻക്ലൂഡ് the planning, implementation and controlling the efficient and effective flow. പറഞ്ഞല്ലോ, സ്റ്റോറേജ് പറഞ്ഞല്ലോ, ആൻഡ് their point of consumption. നമ്മൾ പിന്നെ നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൺസംഷൻ എത്ര ആളുകൾ കസ്റ്റമർ വാങ്ങുമോ എന്നും കൂടി ഓർക്കണ്ടേ. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ അത് കസ്റ്റമർ എത്ര വാങ്ങും, എത്ര കസ്റ്റമർ ഉണ്ടെന്നും കൂടി അറിയണ്ടേ, എന്നിട്ടല്ലേ ഇത് ചെയ്യുക. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് SCM, അത് അടുത്ത യൂണിറ്റിൽ വരുന്നുണ്ട്. ഈസ് an integrating function with the primary responsible for linking major business functions and business processes within the അടുത്ത യൂണിറ്റിൽ വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ പറയാം. and across companies into a cohesive and high performing business model. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നതും കൊടുക്കുന്നതുള്ള ചെയിൻ, അതാണ്. അത് അടുത്ത യൂണിറ്റിൽ വരുന്നുണ്ട്, അപ്പൊ പറയാം. with across the companies into all the logistic management activities noted above, as well as manufacturing operations, and it drives coordination of process and activity with and across marketing, sales, product design, finance and information technology. Okay, ഇതൊക്കെ ആവശ്യമാണ്, പൈസ ആവശ്യമാണ്, ഡിസൈൻ, ഓക്കെ, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ വാച്ചാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇതില്ലേ, സെയിൽസ്, അതേമാതിരി IT നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. സോ ദിസ് ഈസ് യൂണിറ്റ് നമ്പർ 2. യൂണിറ്റ് നമ്പർ 3, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇന്റർ റിലേഷൻഷിപ്പ്. ഇതാണ് യൂണിറ്റ് 3. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് SCM, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ആശയപരമായ ഫ്രെയിംവർക്ക്. അതായത് ഇതിൽ പറഞ്ഞത് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അതായത് ലോജിസ്റ്റിക് എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ്, വ്യത്യാസങ്ങൾ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആക്ടിവിറ്റീസും പ്രോസസ്സും, അപ്ലിക്കേഷൻ ഓഫ് ടൂൾസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഏരിയാസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചാലഞ്ചസ്, അതാണ് അടുത്തത്. ഇൻട്രൊഡക്ഷൻ. ഇനി ശ്രദ്ധിക്കൂ, നമ്മൾ പറയാൻ പോകുന്ന ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യൂണിറ്റില്, ഈ യൂണിറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് SCM, ശ്രദ്ധിച്ചോളൂ, SCM എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഓക്കെ, 1 second, logistic. Okay, now supply chain management encompasses a series of interrelated പല വിധത്തിലുള്ള ആക്ടിവിറ്റീസും കൂടി കമ്പൈൻ ചെയ്തായിട്ടുള്ളത്. അതായത് സാധനങ്ങൾ വരുന്നതും പോകുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും റോ മെറ്റീരിയൽസും പിന്നെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതായത് ക്വാണ്ടിറ്റി, അതായത് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മളെ യൂസ് ചെയ്യുന്നു, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെന്ററി, അതായത് എവിടെ എത്തി നമ്മുടെ ഫിനിഷ് ഗുഡ്സ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് കൺസംഷൻ. ഓക്കെ, SCM, supply chain management, has a lot of activities related to industrial engineering. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിന് വളരെയധികം അതേമാതിരി കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവരുടെ. സിസ്റ്റം എഞ്ചിനീയറിങ്, ലോജിസ്റ്റിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് എൻ അംബ്രല കൺസെപ്റ്റ് ദാറ്റ് ലിങ്ക്സ് ടുഗദർ മൾട്ടിപ്പിൾ പ്രോസസ്. അനവധി പ്രോസസ് ഉണ്ട് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതൊക്കെ വരുന്നുണ്ട് പിന്നീട്. സ്റ്റോറേജ് ആൻഡ് ഫ്ലോസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വരുന്നതും സാധനങ്ങൾ പോകുന്നതും. ആൻഡ് സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ വിത്തിൻ ദ ഓവറോൾ സപ്ലൈ ചെയിൻ, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയതാണ്. ദിസ് യൂണിറ്റ് ഫെമിലറൈസസ്
you with important aspects of interrelationship between SCM, അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ലോജിസ്റ്റിക്കിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഈ സപ്ലൈ ചെയിൻ ഈ ശരിക്കും ശ്രദ്ധിക്കുക, സപ്ലൈ ചെയിൻ ഈസ് എ കോംപ്ലക്സ് and dynamic supply and demand network with the sequence of organization in their facilities, functions, and activities, which are involved in production and delivery of a product or service. അതായത് നമ്മുടെ സാധനം ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണത്. നോക്കുക, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുക, ഇന്ത്യയിൽ നിന്ന് കിട്ടുമോ, മദ്രാസിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ സോറി കൽക്കട്ടയിൽ നിന്ന് കിട്ടുമോ, വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ഫോറിൽ നിന്ന് കിട്ടുമോ, അതൊക്കെ അറിയണ്ടേ. ഡൈനാമിക് പ്രോസസ്സാണ് അതൊക്കെ, പെട്ടെന്ന് കിട്ടുമാണ് സാധനങ്ങൾ. സോ ഡിമാൻഡ് ആൻഡ് നെറ്റ്വർക്ക് വിത്ത് ദ സീക്വൻസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദർ ഫെസിലിറ്റീസ്, functions and activities which are involved in production and delivery. പ്രൊഡ്യൂസ് ചെയ്യണം, ഡെലിവറി പ്രോപ്പറായിട്ട് കൊടുക്കണം, ആൻഡ് ആ ഡെലിവറി ശേഷം പ്രൊഡക്റ്റിന്റെ സർവീസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് കംപ്രൈസസ് എ നെറ്റ്വർക്ക് ഓഫ് സപ്ലൈസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, റീറ്റെയില്. നോക്കൂ, റീറ്റെയിലറില്ലേ, നമ്മുടെ ഓരോ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് റീറ്റെയിൽ കൊടുക്കുന്നില്ല, അതിനെ all have a common goal or transforming and delivering the final products to. എല്ലാവരുടെ ഉദ്ദേശം എന്താണ്? കസ്റ്റമർക്ക് കൊടുക്കുക, ആർക്കാ ആവശ്യം അവർക്ക് കൊടുക്കുക, അതന്നെയല്ലേ എല്ലാവരുടെ ഉദ്ദേശം. അപ്പൊ കസ്റ്റമർ ലൈക്ക് എ ഗോഡ്, യുനോ. കസ്റ്റമർ അല്ലാണ്ട് എങ്ങനെ ഇതൊക്കെ? ഗാന്ധിജി പറഞ്ഞ മാതിരി നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ വീട്ടിൽ വന്നാൽ അവരെ ട്രീറ്റ് ഹിം പ്രോപ്പർലി, യുനോ. അവരാണ് നമ്മുടെ ഇത്, നമ്മൾ നിലനിർത്തിക്കുന്നത് കസ്റ്റമർ അല്ലേ. ഓക്കെ, സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് is an integrating function for linking major business functions and processes within and across company. കമ്പനിയുടെ പ്രോസസ്സിലും across the കമ്പനീസും പിന്നെ യൂണിഫൈഡ് വളരെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എല്ലാം അങ്ങോട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ്. അപ്പൊ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്, മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ ഓപ്പറേഷൻ, ആൻഡ് കോർഡിനേറ്റിംഗ് പ്രോസസ്. എല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? എല്ലാ ഡിപ്പാർട്ട്മെന്റും, മാർക്കറ്റിങ്ങും, പർച്ചേസും, ഫൈനാൻസും, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് വേണ്ടേ, പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടേ, കോർഡിനേഷൻ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കാശ് കൊടുക്കാൻ വേണ്ടേ, ഇതൊക്കെ. അപ്പൊ ഇതെല്ലാ കോർഡിനേഷൻ ചെയ്യണം. പിന്നെ മാർക്കറ്റ് ചെയ്യണ്ടേ, അപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം. സെയിൽസ്, പ്രൊഡക്റ്റ് ഡിസൈൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണ്ടേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഏതെല്ലാം നോക്കിക്കോളൂ. നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ, ഇപ്പൊ ക്യാമറയിൽ, നെറ്റ്വർക്ക്, ഓരോരോ കമ്പനി ഓരോ വിധത്തിലല്ലേ ഡിസൈൻ ചെയ്യുന്നത്. ഓരോരുത്തർ കാറ് നോക്കൂ, മാരുതി കാറ് മാതിരിയാണോ മറ്റേ കാറ് മാതിരിയാണോ നമ്മുടെ ഇത് എന്താ പറയണ്ടത്, ഈവൻ വോക്സ് വാഗൺ ഓർ വേറെ പല ജാപ്പാനീസ് കാർ മെയ്ഡ് കാറ് ഒക്കെ ഡിസൈൻ ഡിഫറെന്റ് ആണ്. അപ്പോൾ സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ്, ഡിസൈൻ, ഫൈനാൻസ് ആൻഡ് പിന്നെ കോമ്പറ്റേറ്റീവ് പ്രൈസ്, ഫൈനാൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. സി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനപ്പെട്ടത്. ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്, രണ്ടും ലോജിസ്റ്റിക്കും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിൽ വ്യത്യാസം. The key differences between logistic and supply chain management എന്താണ്? ഒന്ന്, supply chain covers procurement. Supply chain procurement, logistic and other functions, while logistic is a separate function. Logistic that focuses on product movement between suppliers, stores and customers. അപ്പൊ എന്താ പറഞ്ഞത്? മറ്റേത് procurement, logistics and other functions, while logistic is a separate function that focuses on product movement between suppliers and the customers. B, logistic refers to the movement, storage and flow of goods, services, information inside and outside the organization. SCM, that is supply chain management, is the movement and integration of supply chain. Supply chain or a processor and activities in a way to ink major business process within across companies into a high performing business model. പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് മോസ്റ്റ്ലി ഇൻവോൾവ്സ് ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻസ്,
മൂവ്മെന്റ് ഓഫ് ഫ്രൈറ്റ്, സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ടൈമിന് ഡെലിവറി ചെയ്യുന്നത്, വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പാർട്ട്ണർഷിപ്പ് ചില സമയത്തുണ്ടല്ലോ, ഓരോന്ന് നമ്മൾ ഇവിടുന്ന് അതുവരെ അത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മറ്റുള്ളവർ, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ്റെ കൊളാബറേഷൻ വേണം. സോ ദ മെയിൻ എയിം ഓഫ് ലോജിസ്റ്റിക് ഈസ് മീറ്റിംഗ് കസ്റ്റമർ റിക്വയർമെന്റ് ഫോർ ദെയർ സാറ്റിസ്ഫാക്ഷൻ. മെയിൻ റീസൺ എന്താണ്? കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് ടു ഗെയിൻ എ സബ്സ്റ്റാൻഷ്യൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ശ്രദ്ധിച്ചോളൂ, ലോജിസ്റ്റിക് ഈസ് അതിന്റെ പർപ്പസ് എന്താണ്? കസ്റ്റമർ റിക്വയർമെന്റ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ objective of supply chain management is to gain a substantial competitive advantage. Supply chain management controls a broader number of functions and focuses on achieving customer satisfaction, maximizing profit in a long-term manner, encompassing the management of supply and demand, control over cost allocation, and all collaborative partnership. A single organization is involved on logistics, while these are multiple organizations in SCM, supply chain management. SCL alla, supply chain management. Supply chain management is a new concept as compared to logistics. ഇത് പുതിയ കൺസെപ്റ്റ് ആണ്. പണ്ട് ലോജിസ്റ്റിക് പറഞ്ഞ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പഴയതാണ്. സോ വൈൽ ലോജിസ്റ്റിക് is an activity, logistic is an activity within the supply chain management. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഉള്ളിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോസസ്സസ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇൻവോൾവ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് which may or may not be interconnected to one another, the important component being സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്ലാനിങ് അത്യാവശ്യമാണ്. പ്ലാനിങ് വേണമല്ലോ, പറഞ്ഞല്ലോ ഞാൻ. അതായത് സപ്ലൈ എന്തൊക്കെയാണത്, എപ്പോഴാണ്, ഇതെല്ലാം നമ്മൾ പ്ലാനിങ് ചെയ്യണം. പ്ലാനിങ് എൻ്റെ വളരെയധികം പ്രോപ്പറായിട്ട്. പ്ലാനിങ്ങിൽ എന്തെങ്കിലും ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. ഒരു പാലം പണിയുമ്പോൾ പ്ലാനിങ്ങിന് ചിലപ്പോൾ ഒരു ഇത് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹുക്ക് മതി. ട്രാഫിക് ആക്സിഡന്റ് അങ്ങനെ നേരെ പോയിട്ട് പ്രോപ്പറായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ വാഹനങ്ങൾ നേരെ പോയിട്ട് ബ്രിഡ്ജിൽ നിന്ന് കിപ്പിട്ട് വിടും, അല്ലേ? അതേമാതിരി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് പോകും. എല്ലാവരും പ്ലാനിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റോക്കറ്റ് പോവോ, ചന്ദ്രനിലേക്ക് മറ്റേ ഇവിടേക്കൊക്കെ പോവോ? പ്ലാനിങ് ഉണ്ട്. പിന്നെ ഇൻഫർമേഷൻ, എന്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുക ആ കൺസേൺഡ് ആളുകൾക്ക്. സോഴ്സ് എവിടെ നിന്നാണ്, എന്തെല്ലാമാണ്, എപ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നതൊക്കെ. പിന്നെ പ്രൊഡക്ഷൻ ശ്രദ്ധിക്കേണ്ട പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന് മിഷറി വേണം, നല്ല ട്രെയിൻഡ് മാൻ പവർ വേണം. പ്രൊഡക്ഷൻ പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ആൾ പോകാൻ പറ്റില്ല, അതിന് മുമ്പേ ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ഡെലിവറി, ടൈംലി ഡെലിവറി ടു ദ കസ്റ്റമേഴ്സ് വളരെ വളരെ എസെൻഷ്യൽ ആണ്. അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവില്ല, പിന്നെ രണ്ടാമത് ഓർഡർ പ്ലേസ് ചെയ്യില്ല. ശ്രദ്ധിക്കുക. അതായത് ഇന്ന് ഓർഡർ നിങ്ങൾ അന്നിപ്പോൾ സപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് സപ്ലൈ ചെയ്താലോ അവർ റിജക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ഇന്നലെ നടന്നൊരു സംഭവം പറയാണ്. ഈവൻ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് 7:30 മണിക്ക് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തു. ഞാനൊരു ഉദാഹരണം പറയണ, ഒരു കേക്ക്, വലിയ ഒരു കേക്ക്, കാരണം എല്ലാ ഗസ്റ്റിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലത്തെ കാര്യം പറയണം. അപ്പൊ ഈ ഡെലിവറിയുടെ കാര്യം ഞാൻ പറയണേ കേട്ടോ. എല്ലാരും വിളിച്ച് കേക്ക് മാത്രമല്ല, കേക്ക് എത്തിയത് 10:30, ആളുകളെ വിളിച്ചത് 7:30, 10:30 കേക്ക് വന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം അവരിൽ നിന്ന് വാങ്ങുമോ? ഇതന്നെയാണ്, ടൈമിൽ ഡെലിവറി ഇല്ല എങ്കിൽ ഓർഡർ അടുത്ത പ്രാവശ്യം കിട്ടും എന്ന് വിചാരിക്കണ്ട. മനസ്സിലായേ? ഇതിൽ ഞാൻ നിങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നത്തെ കാര്യം. അപ്പൊ ഡെലിവറി പ്രോപ്പർ അല്ല എന്നെങ്കിൽ ഇന്ന് കിട്ടണം, 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളിപ്പോ ഒരു ഗോൾഡ് സ്മിത്ത് താലി, അപ്പൊ മാരേജിന് ഒരു താലി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വിചാരിക്കുക. ഒരു താലി പിന്നെ നമ്മള് എന്തായാലും പറയാ, താലിമാലയ്ക്ക് ഒരു താലി. ഇത് ടൈമിൽ കിട്ടിയിട്ട് ഇന്ന് മാരേജ് ആണെന്ന് വെച്ചാൽ നാളെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇന്നല്ലത് വേണ്ട, അപ്പൊ ഇന്ന് മാരേജ് ആണെങ്കിൽ താലി കിട്ടണോ വിചാരിക്കും. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായാലും പ്രയോജനം. അപ്പോ അങ്ങനെ ചെയ്താൽ അടുത്ത ഒരു ഓർഡർ അവന് കിട്ടില്ല പിന്നീട്. അത് മാത്രമല്ലല്ലോ, ഇത് സ്പ്രെഡ് ചെയ്യും. ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ പിന്നെ അവനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. മനസ്സിലായോ?
അപ്പൊ അതേമാതിരി തന്നെയാണ് ഇതും. പിന്നെ റിട്ടേൺ ഓഫ് ഗുഡ്സ്, ചില സമയത്ത് സാധനം കൊടുത്ത് തിരിച്ചെടുക്കേണ്ടി വരും കേട്ടോ. എന്താ കാരണം അറിയോ? അവര് 50 എണ്ണം പറഞ്ഞത് നിങ്ങൾ 100 അയച്ചാലോ? സപ്പോസ് 50 എണ്ണം പറഞ്ഞിരിക്കുക, നിങ്ങൾ 100 എണ്ണം പറഞ്ഞ് അവർക്ക് 50 എണ്ണത്തിന് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ 100 അയച്ചാലോ? അത് തിരിച്ചെടുക്കാനുള്ള കഴിവും വേണ്ടേ നിങ്ങൾക്ക്? ഒന്ന്. പിന്നെ റിട്ടേൺ ഓഫ് ഗുഡ്സിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഒരു കാര്യം. നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നാനോ കാറ്, നമ്മുടെ രത്തൻ ടാറ്റയുടെ നാനോ കാറ് ഇറങ്ങിയപ്പോൾ ഇതേമാതിരി ബോംബെയിലെ എക്സ്പ്രസ് ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് തീ പിടിക്കാൻ തുടങ്ങി, എഞ്ചിനിൽ തീ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാറ് അത് കഴിഞ്ഞിട്ട്, അത് ഇറങ്ങിയ സമയത്താണ് കേട്ടോ, ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ ഒരു ഉദാഹരണമാണ്, ഇതൊക്കെ ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് എഞ്ചിന് തീ പിടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫയർ കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട്, അതിനർത്ഥം നിങ്ങൾ വാങ്ങണ്ടെന്നാൽ ഇപ്പൊ യാതൊരു പ്രശ്നമില്ല കേട്ടോ, പഠിക്കണ്ട. അപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻസിഡന്റ് ഇതേമാതിരി ഉടനടി എന്തോ പ്രശ്നമുണ്ട്. അതായത് അപ്പോൾ ഇറങ്ങിയുള്ളൂ മാർക്കറ്റിൽ. ഓർക്കണം, ടാറ്റയുടെ പ്രൊഡക്റ്റാണ്. ടാറ്റയുടെ പിന്നെ പ്രൊഡക്റ്റിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എല്ലാം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. 100-100ഓളം കമ്പനികൾക്ക് ഓൾഡസ്റ്റ് ഇൻഡസ്ട്രിയൽ ഹൗസ് ആണ് ടാറ്റ. വളരെ മോസ്റ്റ് റിലയബിൾ ആണ്. അവരുടെ എല്ലാം നമ്പർ വണ്ണിലാണ് പോകുന്നത്. പലതും TCS നമ്പർ 1 ആണ്. എല്ലാം ഹോട്ടൽസ് ആയിക്കോട്ടെ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്നിട്ട് ടാറ്റയുടെ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോറിനിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട്, ബ്രിട്ടനിൽ നിന്ന് വന്നിട്ട് നമ്മുടെ തിരിച്ചു പോകുന്നത് വരെ, അവിടെ ഇറക്കുന്നത് വരെ ടാറ്റയുടെ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. എങ്ങനെയത്? ഒന്ന്, അവിടുന്ന് പ്ലെയിൻ കയറി എയർ ഇന്ത്യ ടാറ്റയുടെ ഇതും ഇപ്പോഴും അത് അല്ലേ ഇറങ്ങി. പോയ കാറ് ബെൻസ് കാറും ടാറ്റ ബെൻസിൻ്റെ ആയിരുന്നു എയർപോർട്ടിലേക്ക്. അപ്പം അതിലിരുന്നു വന്നു, കാറിൽ വന്നു, താമസിച്ചു താജ്മഹൽ ഹോട്ടല് ബോംബെയില്. താജ്മഹൽ ഹോട്ടൽ ടാറ്റയുടെയാണ്. ഭക്ഷണം അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് വേറെ ഉള്ള സൈറ്റിങ് ടാറ്റയുടെ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പർച്ചേസ് കഴിഞ്ഞാൽ ടാറ്റ ടെക്സ്റ്റൈൽസ് ഉണ്ട്, മനസ്സിലായോ? ടാറ്റ ടെക്സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഇതേമാതിരിയുള്ള എയർ ഇന്ത്യയിൽ ആണ് അയാൾ പോയത്. പോകുന്നത് വരെ അദ്ദേഹം ഉപയോഗിച്ചത് ടാറ്റയുടെ പ്രോഡക്റ്റാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? ടാറ്റ കമ്പനീസ് നോക്കൂ, അയറൺ സ്റ്റീൽ ആയിക്കോട്ടെ, ലോക്കോമോട്ടീവ് ആയിക്കോട്ടെ, എല്ലാം സോപ്പായിക്കോട്ടെ, വേറെന്തായിക്കോട്ടെ, എല്ലാം ഉണ്ട്. ഹോട്ടൽ എല്ലാം ഉണ്ട്. സോ റിട്ടേൺ ഓഫ് ഗുഡ്. ഇവിടെ എന്താ പറഞ്ഞാൽ, അങ്ങനെ തീ പിടിക്കാൻ തുടങ്ങിയ സമയത്ത് ഇതെല്ലാം വർക്ക്ഷോപ്പിലേക്ക് മാനേജ്മെന്റ് ഉടനടി നാനോ കാറെല്ലാം വർക്ക്ഷോപ്പിൽ തിരിച്ചയക്കാൻ പറഞ്ഞു. എന്താണ് തകരാറ് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാറും വെരി വെരി പ്രോംപ്റ്റ്. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ കണ്ട ഉടനടി നോക്കുമ്പോൾ എന്താണ് കണ്ടത്? അതായത് ഈ കാറ് ടയറുണ്ടല്ലോ, പോണ സമയത്ത്, ഹൈ സ്പീഡിൽ പോണ സമയത്ത് റോഡിനനുസരിച്ച്, ഈ നാഷണൽ എക്സ്പ്രസ് ഹൈവേ ഉണ്ടല്ലോ, ഇത് എക്സ്പ്രസ് ഹൈവേ, അത് അനുസരിച്ചുള്ള ടയർ അതിലില്ല എങ്കിൽ ഈ റോഡൊന്നും കൂടി ടച്ച് ചെയ്തില്ല, അല്ലെങ്കിൽ സ്പാർക്ക് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് എല്ലാ ടയർ അതിൽ ഉപയോഗിക്കണം. അപ്പൊ അവർ ഫ്രീ സർവീസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ അതിന്റെ ടയറും ഇതൊക്കെ പിന്നീടൊക്കെ എല്ലാം ശരി. അപ്പോൾ റിട്ടേൺ ഓഫ് ഗുഡ്സ് ചില സമയത്ത് പല കാരണങ്ങളാൽ എക്സസ് ക്വാണ്ടിറ്റി ഒക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോ പറഞ്ഞ ക്വാണ്ടിറ്റി കൊടുത്തില്ലെങ്കിലോ നീ എന്നാ തിരിച്ചെടുത്ത് പറയും. അതായത് 100 എണ്ണം പറഞ്ഞ 5 എണ്ണം അയച്ചാലോ അപ്പോഴും തിരിച്ചയക്കാനുള്ള അതും മേടിക്കാനുള്ള സന്മനസ് വേണം. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സെവറൽ പ്രോസസ്സസ്. ദീസ് ഇൻക്ലൂഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് പറയണ്ടല്ലോ, പിന്നെ കസ്റ്റമർ സർവീസ് ചെയ്യണം. ഇപ്പൊ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ സർവീസ് ചെയ്യണ്ടേ, ആനുവൽ മെയിൻ്റനൻസ് വേണ്ടേ. പിന്നെ സപ്ലയർ റിലേഷൻഷിപ്പ്. എന്താ സപ്ലയർ റിലേഷൻഷിപ്പ്? ആരാ സാധനം തരുന്ന അവരും റിലേഷൻഷിപ്പ്, ആരെന്നാ മേടിക്കണം. എന്താ കാരണം വെച്ചാൽ കാശ് കൊടുക്കണം ഇങ്ങോട്ടെ സാധനം വാങ്ങിയാലേ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ തരില്ല. അപ്പോ സപ്ലയർ ആരെന്നാണ് മേടിക്കുക വെച്ചാൽ നല്ല റിലേഷൻഷിപ്പ് വേണം. നമുക്ക് പ്രിയോറിറ്റി അവർ തരും. എങ്ങനെ? കാശ് ടൈമിൽ കൊടുക്കണം തിരിച്ച്, അല്ലെങ്കിൽ അവരുടെ മണി ബ്ലോക്ക് ആവില്ലേ. സോ സപ്ലൈ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെന്റ്. എന്താണ്? ഫ്ലോ പാടില്ല, പ്രൊഡക്ഷനിൽ ഫ്ലോ പാടില്ല, മനസ്സിലായില്ലേ? അതിൽ യൂസ് ചെയ്യുന്ന മെഷീനറി യാതൊരു മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സിനും ഒക്കെ ഉള്ളത്. പിന്നെ ഡിമാൻഡ്, there should be requirement. ഓർഡർ ഉണ്ടെങ്കിലല്ലേ പറ്റൂ പ്രൊഡക്ഷൻ. ഓർഡർ ഫുൾഫിൽമെന്റ്, ടൈംലി ഫുൾഫിൽ ചെയ്യണം. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്,
ഡിസൈൻ, അതായത് നമ്മുടെ റിസർച്ച് വളരെ അത്യാവശ്യമാണ്. പിന്നെ റിട്ടേൺസ് മാനേജ്മെന്റ് പറഞ്ഞാൽ ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. അടുത്തത് application of supply chain management tools areas. Supply tools help enhance the efficiency of logistic operation. There are many tools, techniques, strategies, and platforms in logistic and supply chain management. These are useful in the following areas of supply chain management. ഒന്ന്, ഷിപ്പിംഗ് സ്റ്റാറ്റസ്. കടലിൽ കൂടെയാണ് പോകുന്നത് വെച്ചാൽ ഈ ഷിപ്പില് എപ്പോഴാണ് ഇത് എങ്ങനെയാണ്, കണ്ടെയ്നറിലാണോ, ഏത് വിധത്തിലാണോ, എന്തെല്ലാം എല്ലാ എയർ കണ്ടീഷൻ ഫെസിലിറ്റി എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, ഇതെല്ലാം മറ്റുള്ള കസ്റ്റമർ ആരാണ് വാങ്ങുന്നത് വെച്ചാൽ അവരെ അറിയിക്കണം. ഓർഡർ പ്രോസസ്സിങ്, അതേമാതിരി നമ്മളിപ്പോൾ പോറുന്നാലും ശരി എവിടെ നിന്നാലും ഓർഡർ ടൈം നമ്മൾ പ്രോപ്പറായിട്ട് പ്രോസസ്. പിന്നെ കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എക്സിക്യൂഷൻ, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. സപ്ലയർ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞാൽ ആൾറെഡി ഞാൻ പറഞ്ഞു. മാനേജിങ് ബിഡ്സ്, പിന്നെ നമ്മുടെ ഇത് ബിഡിങ്, നമ്മുടെ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്പെൻഡിങ്, അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ടെൻഡറിൽ അറ്റൻഡ് ചെയ്യണം. കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ക്ലോസ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യരുത്. ഓരോരോ കമ്പനിക്കും റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. ലേബർ ലോസോ ടാക്സസോ ഇതൊക്കെ. അപ്പൊ ബിഡിൽ ഇതൊക്കെ പ്രോപ്പർ ആയിരിക്കണം. അത് ചെക്ക് ചെയ്തിട്ടേ ചെയ്യാൻ പാടും. അതിലെ ചില ഹൈഡ് ചെയ്ത പല ഫാക്ടർ ഉണ്ടാവും. അത് കമ്പനി അഫക്ട് ചെയ്യും ചില സമയത്ത്. മനസ്സിലായോ? അതായത് അവരുടെ ഓക്കെ. പിന്നെ വേറൊന്ന്, പിന്നെ കൊളാബറേഷൻ പോർട്ടൽ ടോൾസ്, അതായത് അനലൈസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഞാൻ പറയാം എന്താണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഈ എവിടെ കൊളാബറേഷൻ, ഡിമാൻഡിങ് ഫോർകാസ്റ്റ്, മാനേജിങ് ബിഡ്സ് ആൻഡ് സ്പെൻഡ്. ഈ നമ്മൾ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ അതിലെ ക്ലോസ് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കര നഷ്ടത്തിൽ വരും. ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം, ഒരു നമ്മുടെ ഇവിടെ എയർപോർട്ടിൽ, ഞാൻ കമ്പനിയുടെ പറയുന്നത്, ഇവിടെ എയർപോർട്ടിൽ ഒരു നമ്മുടെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന വേറെ ഒരു കമ്പനി, കൺസൾട്ടൻ്റ് ആയ ഒരു കമ്പനി ടെൻഡർ ഫ്ലോട്ട് ചെയ്തു. ടെൻഡർ ഫ്ലോട്ട് ചെയ്തപ്പോൾ അതിലിത് കംപ്ലൈൻസ് ഓഫ് ലേബർ ലോസ്, വി വിൽ ഫോളോ ലേബർ ലോസ് ആസ് പെർ whatever is there, we will comply with all labor laws എന്നെഴുതി. പോരെ വലിച്ചില്ലേ? അപ്പൊ അതാണ് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഓർഡർ ചെയ്ത സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ എയർപോർട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പ്രൈവറ്റ് ആണ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലൈസൻസും മറ്റേ പല കാര്യങ്ങളും, ഷോപ്പ് ആൻഡ് ഷോപ്പിന്റെ മറ്റേ ലൈസൻസ് ആയിട്ട് ലേബർ ലൈസൻസ് ഒക്കെ എടുത്തു. അവസാനം പറഞ്ഞു ഇല്ല, നിങ്ങൾ സെൻട്രൽ ലൈസൻസ് എടുക്കണം. ഒന്നത്, രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് പേ കൊടുക്കണം, പോരെ എംപ്ലോയീസിന്. അപ്പൊ ഈവൻ ഐ ജസ്റ്റ് വെന്റ് ദർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് വരുന്നത്. ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് നെഗോഷിയേറ്റ് ചെയ്ത സമയത്ത്, ഹൗ കൻ യു ആസ്ക് us to pay central government wages to workers when they are deployed here and we have to follow the state rules? That is the law. അയാൾ എന്താ പറഞ്ഞറിയോ? ഇവിടെ പ്ലേസ് ഓഫ് വർക്ക്, ശ്രദ്ധിച്ചോളൂ, പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എയർപോർട്ടിന്റെ ഉള്ളിലാണ് എന്ന്. പോരെ വലച്ചില് അങ്ങനെ അതുവേണ്ടി ഞാൻ കേൾക്കുകയാണ്. പ്ലേസ് ഓഫ് വർക്ക് പറഞ്ഞാൽ നമ്മളിപ്പോ ബോംബെ ആണെന്ന് ബോംബെ, അല്ലെങ്കിൽ കൽക്കട്ട ആണെന്ന് കൽക്കട്ട, അല്ലെങ്കിൽ ചെന്നൈ ആണെന്ന് ചെന്നൈ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണെന്ന് ബാംഗ്ലൂർ. പ്ലേസ് ഓഫ് വർക്ക് ആ സിറ്റിയുടേതാണ്. അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇതെല്ലാം HR, CCL. ഇത് പറയുന്നത് എയർപോർട്ടിന്റെ ഉള്ളിലത്തെ ആണ് പ്ലേസ് ഓഫ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് അത് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ എംപ്ലോയീസിനും 2000 എംപ്ലോയീസും സെൻട്രൽ ഗവൺമെന്റ് പേ കൊടുക്കണം. പോരെ മനസ്സിലായില്ല ഇപ്പൊ സംഭവം? അവ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മള് ടെൻഡറിൽ ചെയ്യുക. പിന്നെ സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞില്ലേ, കോൺഫിഡൻഷ്യാലിറ്റി, കംപ്ലയൻസ് ടൂൾസ് കംപ്ലൈ ചെയ്യുന്നത്. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചാലഞ്ചസ്, മാനുഫാക്ചറിങ് ചാലഞ്ചസ് ഉണ്ട്. നിങ്ങളിപ്പോ ഓരോന്ന് നമ്മൾ മാനുഫാക്ചർ കാറിലേന്ന് നോക്കിയോളൂ. ഓർമ്മയില്ലേ നമ്മുടെ വോക്സ് വാഗൺ, ഏതിൻ്റെ നമ്മുടെ എയർ പൊല്യൂഷന്റെ കാര്യത്തിൽ എല്ലാ കാറും തിരിച്ചു വിളിച്ചതും മറ്റേ ഭയങ്കര കേസ്, എത്രയോ കോടി കണക്കിൽ USA കമ്പനിക്ക് നഷ്ടപരിഹാരം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പാടില്ല,
ഡാറ്റ അനാലിസിസ് പാടില്ല, പ്രൊക്യൂർമെന്റ്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്പേസ് പ്രോഗ്രാമിൽ പോവോ റോക്കറ്റ് മാപ്പിട്ട്? പ്രൊക്യൂർമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, കസ്റ്റമർ സർവീസ്. അപ്പൊ ദ ചാലഞ്ചസ് ആർ ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഓപ്പർച്യൂണിറ്റി. ചാലഞ്ചസ്, അതായത് there should be no resistance to change. നദിയിൽ പെട്ടാൽ, വെള്ളത്തിൽ പെട്ടാലേ ഒഴുക്കിനെതിരെ നീന്തരുത്. കുറെ അങ്ങോട്ട് വെള്ളത്തിനാണ് പോട്ടെ, എവിടെയെങ്കിലും പിടിച്ച് കയറാൻ. നേരെ മറ്റേ ഒഴുക്കിനെതിരെ നീന്തിയാലോ? ടെക്നോളജി ഇങ്ങനെ ഇൻക്രീസ് മാറി മറിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ടെക്നോളജി വേണ്ട, ഒന്നും വേണ്ട പറഞ്ഞിരുന്നാൽ പറ്റുമോ? അപ്പോ we have to transform ourselves and make, it is an opportunity. It could be through productive analysis and manufacture machine learning. അപ്പൊ എന്താണ് പറയുന്നത്? പ്രൊഡക്റ്റീവ് അനലിസ്റ്റ് വേണം. അതായത് നമ്മൾ ഓരോന്നും ചെയ്യുന്ന, അതായത് എക്സസ് മെറ്റീരിയൽ ഉപയോഗിക്കരുത്. അതായത് മെഷീനറി ഏതാണെന്ന് നോക്കണം. അതിൽ ക്വാളിറ്റി ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഇതും അതും കൂടി ഉണ്ട്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വരുന്ന സമയത്ത് ശരിയായ സ്പെസിഫിക്കേഷൻ ആണോ നമ്മുടെ ഫാക്ടറി ഉള്ളിലേക്ക് ക്വാളിറ്റി വന്നത് എന്ന് നോക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. പുറമേ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പ്രകാരം, സ്പെസിഫിക്കേഷൻ പ്രകാരം സാധനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തോ അത് കസ്റ്റമറിന്റെ സ്പെസിഫിക്കേഷൻ പ്രകാരമാണോ, ക്വാളിറ്റി അവര് പറഞ്ഞ പ്രകാരമാണോ, അതിന്റെ ഹൈറ്റ്, വെയിറ്റ്, എല്ലാം ലെങ്ത്, ഇതെല്ലാം അവർ പറഞ്ഞ മാതിരിയാണോ, അത് നോക്കുന്നതാണ് ക്വാളിറ്റി അഷുറൻസ്. അതേ പ്രകാരമാണ് വെച്ചാൽ അവർ ക്ലിയർ ചെയ്യും. മറ്റേത് ക്വാളിറ്റി കൺട്രോൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സാധനം അവർ സപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ അത്. പിന്നെ സ്ട്രാറ്റജീസ് ഔട്ട്സൈഡ് കറന്റ്. പിന്നെ ഇപ്പൊ നമ്മളെന്താ അറിയോ, നമ്മള് കറന്റ് ബൗണ്ടറീസിലല്ല ചില സാധനങ്ങൾ നമ്മൾ പുറത്തും എല്ലായിടത്തും കൊടുക്കുന്നുണ്ടല്ലോ സാധനങ്ങൾ. ഇപ്പൊ ചൈനയിലത്തെ സാധനങ്ങളല്ലേ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ജപ്പാന്റെ സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്, കാറായിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ബൗണ്ടറീസ് ആർ ലിമിറ്റഡ്. ഓക്കെ, ഇംപ്രൂവ് ഓപ്പറേറ്റിംഗ് ടെക്നിക്. ഏറ്റവും നല്ലത് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്തേ പറ്റൂ. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇനി ഇതിന്റെ കൺക്ലൂഡിങ് പാർട്ടാണ് ഞാൻ പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റില് പിന്നെ നോക്കോളൂ, ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഓവർ ദ ട്രഡീഷണൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് വിച്ച് ഹെൽപ്പ്. അതായത് പുതിയതായുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇൻ ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ദ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്, ഇറ്റ് ആൾസോ plays a crucial role in increasing the business profitine increase ചെയ്യാൻ പറ്റും by reducing the overall cost, which improves its competitive price. The supply chain management system brings together all the key activities such as purchasing, production, storage, transportation, distribution under a single system. അതാണ് supply chain management. In order to produce and distribute ഓരോ സാധനങ്ങള് desired quality, quantity and right time, right place. Okay, there is great scope of new generation of supply chain and logistic planning technology based on centralized planning and collaboration. അപ്പൊ എന്താണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് there is a scope of new generation of supply chain and logistic planning technology based on centralized planning and collaboration. ഇനി നിങ്ങൾ ഒരു ശ്രദ്ധിക്കണം, കൈസൺ. എന്താ കൈസൺ പറഞ്ഞാൽ അറിയാമോ? അതായത് ജാപ്പാനീസ് ഇതാണ്. ഇറ്റ് ഈസ് എ ജാപ്പാനീസ് ബിസിനസ് ഫിലോസഫി ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വേണം, പേഴ്സണൽ എഫിഷ്യൻസി വേണം. അത് ജപ്പാന്റെ വേർഡാണ്. ഇറ്റ് ഇൻവോൾവ്സ് ആൾ എംപ്ലോയീസ് ഫ്രം ദി ചീഫ് എക്സിക്യൂട്ടീവ് മുതൽ താഴെയുള്ള ആൾ വരെ നമ്മൾ നമ്മുടെ വർക്കിംഗ് പ്രാക്ടീസസ്, പേഴ്സണൽ എഫിഷ്യൻസി നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതാണ് ജപ്പാന്റെ ഒരു മെത്തേഡാണ് കൈസൻ. അടുത്തത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഹു ഡു ദ സെയിം സിമിലർ വർക്ക് മോസ്റ്റ് റെഗുലർലി. ഓക്കെ, അതായത് ഒരേ സ്ഥലത്ത് ഒരേ ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 10-18 ആളുകൾ ഇരുന്ന ഒരു സർക്കിൾ. ഇനി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞ വിച്ച്, അതായത് എല്ലാ മാനേജേഴ്സിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓർഗനൈസേഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി. അതായത് എല്ലാ മുകളിൽ നിന്ന് താഴെ വരെ നമ്മുടെ ക്വാളിറ്റി
മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംഫസിസ് ആണ് ടോട്ടൽ ക്വാളിറ്റി. ഇതും ജാപ്പാനീസിന്റെ കൺസെപ്റ്റ് ആണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചില പുതിയ കൺസെപ്റ്റും ജപ്പാന്റെയും ഇതിന്റെ ഒക്കെ, അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും ഇതൊക്കെ നമ്മളെ വളരെയധികം ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വിൽ മീറ്റ് അഗെയിൻ.